അഭിമാന പദ്ധതി എന്ന് സർക്കാർ അടിക്കടി ആവർത്തിക്കുമ്പോഴും കെ ഫോൺ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ കെ ഫോണിന് കഴിയാത്തതിന് പിന്നിൽ പണമില്ലാത്തതാണ് പ്രധാന ഘടകം. 53 കോടി രൂപ ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അടുത്തിടെ അനുവദിച്ചത് പകുതി തുക മാത്രമാണ്. നികുതി ചെലവുകൾ മാറ്റി നിർത്തിയാൽ 1548 കോടിയുടെ ബൃഹത് പദ്ധതിയാണ് കെ ഫോൺ. ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും പലതവണ മാറിയ പദ്ധതി ഒടുവിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോൾ 7 മാസമായി. പ്രഖ്യാപനങ്ങളൊന്നും സമയത്ത് നടന്നില്ലെന്ന വിമർശനം ഒരു വശത്തുണ്ട്. പ്രവർത്തന മൂലധനം കണ്ടെത്താനാവാത്ത പ്രതിസന്ധി മറുവശത്തും. BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ നൽകുന്നതടക്കം സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ട കെ ഫോണിന് കഴിഞ്ഞ ബജറ്റിൽ 100 കോടി വകയിരുത്തിയിരുന്നു. അത് സമയത്ത് നൽകിയില്ലെന്ന് മാത്രമല്ല, ബജറ്റ് വിഹിതത്തിൽ നിന്നും 53 കോടി ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അനുവദിച്ചത് 25 കോടി രൂപ മാത്രമാണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ വകയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 85 കോടിയും ധനവകുപ്പ് ഏറെ നാൾ പിടിച്ചുവെച്ച ശേഷമാണ് കെ ഫോണിന് കിട്ടിയത്. കിഫ്ബിയിൽ നിന്നും എടുത്ത തുകയ്ക്ക് പ്രതിവർഷം 100 കോടി രൂപ വീതം കെ ഫോൺ തിരിച്ചടയ്ക്കണം. കെ ഫോണിന്റെ ഓഫീസ് സംവിധാനത്തിന് പ്രവർത്തിക്കാനും KSEBക്ക് വാടക ഇനത്തിൽ കൊടുക്കേണ്ട തുകയായ 30 കോടി വേറെയും വേണം. ബിൽ കൺസോർഷ്യത്തിന് നൽകേണ്ട പരിപാലന ചെലവ് സർക്കാർ നൽകിയില്ലെന്നും അത് കെ ഫോൺ സ്വയം സമാഹരിക്കണമെന്നുമാണ് വ്യവസ്ഥ. ചുരുക്കത്തിൽ 350 കോടിയുടെ ബിസിനസ് എങ്കിലും പ്രതിവർഷം നടത്താനായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സൗജന്യ കണക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ 1/3 പോലും പൂർത്തിയാക്കിയിട്ടില്ല. വരുമാന വർധനവ് ലക്ഷ്യമിട്ട ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ അവസ്ഥയും പരിതാപകരമാണ്. ഇതിനിടെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കെ ഫോണിന് സർക്കാരും കൈയൊഴിയുന്നത്.